അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റഹീഖുൽ ഖുർആനിന്റെ 4-ാമത്തെ സെഷനിലെ 14-ാമത്തെ ക്ലാസ്സിൽ സൂറത്തു ശംസിലെ 11 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചില സൃഷ്ടികളെ സംബന്ധിച്ച് പരാമർശിക്കുകയും അതിനെ സത്യം ചെയ്ത് പറയുകയും ചെയ്തതായി കാണാം. അതിനുശേഷം മനുഷ്യൻ തന്റെ സൃഷ്ടാവിന്റെ കൽപ്പനാ നിരോധനകൾ പാലിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ അവന് വിജയമുണ്ടാവുകയുള്ളൂ എന്നും അതല്ലാത്ത പക്ഷം പരാജയത്താൽ അവൻ നിലം പതിക്കേണ്ടി വരുമെന്നും മനുഷ്യനെ ഉണർത്തിയ ശേഷം ധിക്കാരവും അഹങ്കാരവും മനസ്സിൽ തിങ്ങിപ്പാർപ്പിച്ച് റബ്ബിന്റെ നിർദ്ദേശങ്ങളൊന്നും വകവെക്കാതെ ജീവിച്ചാൽ ഉണ്ടാകുന്ന അനന്തരഫലം അത് എന്തായിരിക്കുമെന്ന് ഒരു ചരിത്ര സാക്ഷ്യത്തിലൂടെ അള്ളാഹു മനുഷ്യരെ ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. സമൂദ് ഗോത്രത്തെ സംബന്ധിച്ചാണ് ഇനിയുള്ള വചനങ്ങളിൽ അള്ളാഹു പരാമർശിക്കുന്നത്. തങ്ങളിലേക്ക് നിയോഗിതനായ പ്രവാചകനെ അവർ നിഷേധിക്കുകയും ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ആ പ്രവാചകനെ പരിഹസിച്ച് തള്ളുകയാണ് അവർ ചെയ്തത്. തീർത്തും വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളായ ആ ജനവിഭാഗത്തിന് സംഭവിച്ച വമ്പിച്ച പരാജയമാണ് ശേഷമുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചൂണ്ടിക്കാട്ടുന്നത്. ആയത്തുകളുടെ അർത്ഥം നോക്കാം. കദ്ദബത് സമൂദു ബിതഗ്വാഹ. സമൂദ് ഗോത്രം അതിന്റെ ധിക്കാരം മൂലം സത്യത്തെ നിഷേധിച്ച് തള്ളുകയുണ്ടായി. കദ്ദബത് നിഷേധിച്ച് തള്ളി അല്ലെങ്കിൽ കളവാക്കി കളഞ്ഞു. സമൂദ് ഗോത്രം എന്ന് പരാമർശിച്ചത് ആ ഗോത്രത്തിലുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആ ഗോത്രക്കാർ കളവാക്കി കളഞ്ഞു. ബിതഗ്വാഹ അവരുടെ ധിക്കാരം മൂലം ആ ഗോത്രത്തിലുള്ള ആളുകൾ കളവാക്കി കളഞ്ഞു അല്ലെങ്കിൽ നിഷേധിച്ചു തള്ളിക്കളഞ്ഞു. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ദുഷ്ടതയുള്ളവൻ ഒരുങ്ങി പുറപ്പെട്ട സന്ദർഭം. ഇത് ആ ഒരു സന്ദർഭം. ഒരുങ്ങി പുറപ്പെട്ട സന്ദർഭം. അഷ്ഖാഹ അവരിലെ ഏറ്റവും ദുഷ്ടൻ. അഷ്ഖ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൗർഭാഗ്യമുള്ളവൻ അല്ലെങ്കിൽ ഏറ്റവും ദുഷ്ടനായുള്ള വ്യക്തി എന്നാണ് അർത്ഥം. ഫഖാല ലഹും റസൂലുള്ളാഹി നാഖത്തുല്ലാഹി വസുഖിയാഹ. അപ്പോൾ അള്ളാഹുവിന്റെ ദൂതൻ അവരോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഒട്ടകത്തെയും അതിന്റെ വെള്ളം കുടിയെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ എന്ന്. ഫഖാല ലഹും അപ്പോൾ അവരോട് പറഞ്ഞു റസൂലുള്ളാഹി അള്ളാഹുവിന്റെ പ്രവാചകൻ, അള്ളാഹുവിന്റെ ദൂതൻ, നാഖത്തുല്ലാഹി നിങ്ങൾ അള്ളാഹുവിന്റെ ഒട്ടകത്തെ സൂക്ഷിക്കണേ, വസുഖിയാഹ അതിന്റെ വെള്ളം കുടിയെയും നിങ്ങൾ സൂക്ഷിക്കണേ. അഥവാ അതിന് വെള്ളം കൊടുക്കുക എന്നത് ആ ജനതയുടെ ഉത്തരവാദിത്തമായി കൊണ്ടായിരുന്നു അന്ന് ചുമതലയേൽപ്പിക്കപ്പെട്ടിരുന്നത്. അതിനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها. എന്നാൽ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളുകയും ആ ഒട്ടകത്തെ അറുകൊല നടത്തുകയും ചെയ്തു. അപ്പോൾ അവരുടെ പാപം നിമിത്തം അവരുടെ രക്ഷിതാവ് അവർക്ക് സമൂല നാശം വരുത്തുകയും അത് അവരിൽ സമമാക്കി തീർക്കുകയും ചെയ്തു. ഫകദ്ദബൂഹു എന്നാൽ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളി, അദ്ദേഹത്തെ കളവാക്കി. ഫഅഖറുഹ എന്നിട്ട് അതിനെ അറുക്കുകയും ചെയ്തു. ഫദംദമ അലൈഹിം റബ്ബുഹും അപ്പോൾ അവരുടെ മേൽ അവരുടെ റബ്ബ് നാശം വരുത്തി. ഫസവ്വാഹ അത് അവരിൽ സമമാക്കുകയും ചെയ്തു. വലാ യഖാഫു ഉഖ്ബാഹ അതിന്റെ അനന്തരഫലം അവൻ ഭയപ്പെട്ടിരുന്നുമില്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല അവരിൽ ഇങ്ങനെ ശിക്ഷ ഇറക്കിയാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന ആ ഒരു അനന്തരഫലം അതിനെ സംബന്ധിച്ച് അള്ളാഹു ഭയപ്പെട്ടിട്ടൊന്നുമില്ല. അതിനെ സമൂല നാശം തന്നെ അവരിൽ അള്ളാഹു വരുത്തുകയും ചെയ്തു എന്നാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയായ സമൂദ് ഗോത്രത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും സംക്ഷിപ്ത രൂപമാണ് ഈ വചനങ്ങളിൽ അള്ളാഹു പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ സംഭവത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ തന്നെ സൂറത്തു ശുഅറയിലും സൂറത്തു നംലിലും ഒക്കെ വിശദമായി പരാമർശിച്ചതായി കാണുവാൻ സാധിക്കും. അതല്ലാത്ത മറ്റു ചില സന്ദർഭങ്ങളിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഗോത്രത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഗോത്രക്കാരെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് അവരെ പരിഹസിക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ്. അഥവാ അവരുടെ ആ ഒരു കളവാക്കുന്ന സ്വഭാവത്തെ പരിഹസിച്ചുകൊണ്ട് അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് ജനങ്ങളെ ഉണർത്തുവാൻ കൂടി വേണ്ടിയിട്ടാണ്. സമൂദ് ഗോത്രക്കാർക്ക് ദൃഷ്ടാന്തം എന്നോണം വലിയൊരു ഒട്ടകത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരുന്നു. അവരുടെ ജലാശയത്തിലെ വെള്ളം അവർക്കും ആ ഒട്ടകത്തിനുമിടയിൽ പങ്കിടപ്പെടുകയും ചെയ്തിരുന്നു. സൂറത്തു ശുഅറയിലെ 155-ാമത്തെ വചനത്തിൽ കാണാം,
ഖാല ഹാദിഹി നാഖത്തുൻ ലഹാ ശിർബുൻ വലക്കും ശിർബു യൗമിൻ മഅലൂം. അഥവാ ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാകുന്നു, ഒരു ദിവസം അതിന് വെള്ളം കൊടുക്കണം, രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് അത് വെള്ളം തരികയും ചെയ്യും, അഥവാ അതിന്റെ പാല് നിങ്ങൾക്ക് കുടിക്കാം എന്നാണ്. അപ്പോൾ ഒട്ടകത്തിന് ഒരു ദിവസം ജനങ്ങൾ വെള്ളം കൊടുക്കുകയും രണ്ടാം ദിവസം ഒട്ടകം ജനങ്ങൾക്ക് പാല് കൊടുക്കുകയും ചെയ്യുക എന്നായിരുന്നു അന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ഒട്ടകത്തെ ഉപദ്രവിക്കുവാൻ പാടില്ല എന്നും അങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ അവരിൽ പൊതുശിക്ഷ ഇറങ്ങുമെന്നും അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്നു. സൂറത്തുൽ അറാഫിലെ 73-ാമത്തെ വചനത്തിൽ അത് സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പരാമർശിക്കുന്നുണ്ട്. വഇലാ സമൂദ അഖാഹും സ്വാലിഹ, സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നിയോഗിക്കുകയുണ്ടായി. ഖാല, അദ്ദേഹം ആ ജനസമൂഹത്തിൽ ചെന്നുകൊണ്ട് അവരോട് പറഞ്ഞു, യാ ഖൗമി, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കാവൂ, അവനല്ലാതെ മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കില്ല. ഖദ് ജാഅത്കും ബയ്യിനത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നും നിങ്ങൾക്കിതാ വ്യക്തമായ ചില തെളിവുകൾ, ചില ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയിരിക്കുന്നു. ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാകുന്നു, നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാകുന്നു. ഫദറൂഹാ തഅകുൽ ഫീ അർദില്ല, അതിനെ നിങ്ങൾ വിട്ടേക്കുക, അത് അല്ലാഹുവിന്റെ ഭൂമിയിൽ നിന്നും ഭക്ഷണം കഴിച്ചുകൊള്ളും. വലാ തമസ്സുഹാ ബിസൂഇൻ, എന്തെങ്കിലും മോശമായ തരത്തിൽ നിങ്ങൾ അതിനോട് സമീപിക്കുവാൻ പാടില്ല, അതിനെ അറുക്കുവാനോ കൊല്ലുവാനോ അതിനെ പ്രയാസമുണ്ടാക്കുവാനോ പാടില്ല. ഫയഖുദകും അദാബുൻ അലീം, അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വേദനാജനകമായ ശിക്ഷ നിങ്ങളിൽ വന്നു ഭവിക്കുന്നതായിരിക്കും എന്നാണ്. മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനങ്ങളോട് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ധിക്കാരം മുഴുത്ത് ഒട്ടകത്തെ അറുത്തു കൊല്ലുവാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ് ചെയ്തത്. അവരുടെ പ്രവാചകന്റെ കൽപ്പനകൾ അംഗീകരിക്കുവാനോ അത് പാലിക്കുവാനോ അത് ഉൾക്കൊള്ളുവാനോ അവർ തയ്യാറായിട്ടില്ല. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ശിക്ഷയെ അവർ ഭയക്കുകയും ചെയ്തില്ല എന്നതാണ്. കേവലം ഒട്ടകത്തെ അറുത്തതിനല്ല ആ ജനത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷക്ക് പാത്രമാക്കിയത്, മറിച്ച് അല്ലാഹുവിനെ കളവാക്കിയതിനും അവനോട് ധിക്കാരം കാണിച്ചതിനും അവന്റെ പ്രവാചകനെ അംഗീകരിക്കാതിരുന്നതിനുമാണ് അവരിൽ ശിക്ഷ ഇറങ്ങിയത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അധ്യായത്തിൽ പരാമർശിച്ചപ്പോൾ ആദ്യം തന്നെ കദ്ദബത് സമൂദ് ബിതഗ്വാഹ എന്ന് പറഞ്ഞത്. അഥവാ സമൂദ് ഗോത്രം അതിന്റെ ധിക്കാരം മൂലം സത്യത്തെ നിഷേധിച്ച് തള്ളുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ കാരണമായി കൊണ്ട് ആദ്യം പ്രതിപാദിച്ചത് അതുകൊണ്ടാണ്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരും ഒരു നന്മയും ഉണ്ടാക്കാത്തവരുമായ വലിയ ധിക്കാരികളായ 9 തെമ്മാടികൾ ആ ജനവിഭാഗത്തിൽ ഉണ്ടായിരുന്നു എന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നംലിലെ 48-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വകാന ഫിൽ മദീനതി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർദി വലാ യുസ്ലിഹൂൻ, ഭൂമിയിൽ ഒരു സമാധാനവും ഉണ്ടാക്കാത്ത, ഒരു സന്ധിയും ചെയ്യാത്ത, ഒരു നല്ല കാര്യവും ചെയ്യാത്ത, എന്നാൽ തീർത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 9 വിഭാഗം ആളുകൾ അവരുടെ കൂട്ടത്തിൽ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. 9 പേർ ആരാണ് എന്ന് പണ്ഡിതന്മാർ വ്യത്യസ്ത നാമങ്ങൾ അവരെ സംബന്ധിച്ച് പറയുന്നതായി കൊണ്ട് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ കാര്യം ഞാൻ വായിക്കാം. കാന അസ്മാഉ ഹഉലാഇ തിസ്അ, ഈ 9 വിഭാഗം ആളുകളുടെ പേര്: ഒന്നാമത്തേത് ദഅമ, രണ്ടാമത്തേത് ദുഐം, 3 ഹിർമ, 4 ഹുറൈം, 5 ദാബുൻ, 6 സ്വവാബുൻ, 7 റിയാബുൻ, 8 മിസ്തഉൻ, 9ാമത്തേത് ഖദാർ ഇബ്നു സാലിഫ്. ഈ 9 ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും അക്രമിയായ, ഏറ്റവും ധിക്കാരിയായ വ്യക്തിയായിക്കൊണ്ടാണ് ഖദാർ ഇബ്നു സാലിഫ് എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തപ്പെടുന്നത്. അയാളാണ് ആഖിറുൻ നാഖ, ഒട്ടകത്തെ അറുത്തവൻ എന്ന പേരിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തിയുടെ വിശേഷണത്തെ സംബന്ധിച്ചാണ് 12ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഇദിൻ ബഅസ അഷ്ഖാഹ, അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ദുഷ്ടതയുള്ളവൻ, ഏറ്റവും അഷ്ഖയായിട്ടുള്ളവൻ അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ട സന്ദർഭം എന്ന്. പ്രവാചകനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെ അവർ ധിക്കാരികളായി ചമയുകയായിരുന്നു. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പലയാവർത്തി അവരോട് അരുത് എന്ന് ഓതിയിട്ടും അതിനൊന്നും ചെവി കൊടുക്കാതെ അതിനുവേണ്ടി അവർ മുതിരുകയും ചെയ്തു എന്നാണ്. 13ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറയുന്നു. ഫഖാല ലഹും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ
അവരോട് പറഞ്ഞിരുന്നു, നാഖത്തല്ലാഹി, അള്ളാഹുവിന്റെ ഒട്ടകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ, വസുഖിയാഹ, അതിന്റെ വെള്ളം കുടിയെയും അഥവാ അതിന് വെള്ളം കൊടുക്കുന്ന ആ ഒരു പ്രവൃത്തിയെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ എന്നാണ്. ഈ ഒട്ടകത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിതനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിന്റെ സത്യസന്ധത തെളിയിക്കുവാൻ വേണ്ടി ആ ജനങ്ങൾ ആവശ്യപ്പെട്ടതായിരുന്നു അവർ തിരഞ്ഞെടുത്ത വലിയ പാറകൾക്കുള്ളിൽ നിന്നും ഒട്ടകത്തെ പുറത്തു കൊണ്ടുവരിക എന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുമെന്നും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കുമെന്നും കരാറ് പറയുകയും പിന്നീട് ആ സംഭവം ഭംഗിയായി നിർവഹിക്കപ്പെടുകയും ചെയ്തപ്പോൾ മർക്കടമുഷ്ടികളായ ആ ജനവിഭാഗം കരാറ് ലംഘനം കാണിച്ച് ആ ഒട്ടകത്തെ ധിക്കാരപൂർവം അറുക്കുകയുമാണ് ചെയ്തത്. അതുമൂലം ഘോരമായ ശിക്ഷ ആ ജനത്തെ വന്നു ബാധിക്കുകയും ചെയ്തു എന്നാണ്. 14-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫകദ്ദബൂഹു ഫഅഖറൂഹ, അദ്ദേഹത്തെ കളവാക്കിക്കൊണ്ട് അവർ ആ ഒട്ടകത്തെ അറുക്കുകയുണ്ടായി. അപ്പോൾ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം, അവരുടെ പാപം നിമിത്തം അവർ ചെയ്ത ആ തെറ്റ് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ വലിയ ഘോരമായ ശിക്ഷ ഇറക്കുകയും ചെയ്തു, സമൂല നാശം വരുത്തി. ഫസവ്വാഹ, അങ്ങനെ അത് അവരിൽ സമമാക്കി കളയുകയും ചെയ്തു എന്നാണ്. സൂറത്തുൽ ഖമറിലെ 29-ാമത്തെ വചനത്തിലും ഇക്കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കൊണ്ട് കാണാം. ഫനാദൗ സാഹിബഹും, അവർ അവരുടെ കൂട്ടാളിയെ വിളിച്ചു കൊണ്ടുവന്നു. ഫതആത ഫഅഖർ, അങ്ങനെ അവൻ ആ കൃത്യം ഏറ്റെടുക്കുകയും അങ്ങനെ ഒട്ടകത്തെ അവർ അറുകൊല നടത്തുകയും ചെയ്തു എന്നാണ്. ഒട്ടകത്തെ അറുക്കുവാൻ മുൻകൈയെടുത്തത് നാം പറഞ്ഞതുപോലെ തന്നെ ഖദാർ ഇബ്നു സാലിഫ് എന്ന വ്യക്തിയാണ് എങ്കിലും ആ കൃത്യം നിർവഹിച്ചത് ജനതയുടെ ആവശ്യമനുസരിച്ചും അവരെ പ്രതിനിധീകരിച്ചും കൊണ്ടായിരുന്നു എന്നതിനാലും കുറ്റത്തിൽ എല്ലാവരും പങ്കാളികളാണ് എന്നതിനാലും അവരുടെ പൊതുനാശത്തിന് അത് ഇടയാക്കുകയും ചെയ്തു എന്നതാണ്. അതിലൂടെ നാം മനസ്സിലാക്കേണ്ട ഗുണപാഠം സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കും വേണ്ടാത്തരങ്ങൾക്കും എതിരെ സംസാരിക്കുവാനും അതേപോലെ തന്നെ അതിന് കൂട്ടുകൂടാതിരിക്കുവാനും അതിനോട് ബന്ധം സ്ഥാപിക്കാതിരിക്കുവാനും നാം തയ്യാറാകേണ്ടതുണ്ട് എന്ന നിർദ്ദേശം ഈ വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചരിത്രം നമുക്ക് ഗുണപാഠമാകേണ്ടതുമുണ്ട്. അപ്രകാരം ഈ വലിയ തിന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല പാടില്ല എന്ന് പറഞ്ഞ നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ ആ തിന്മ അവർ മനഃപൂർവ്വം ബോധപൂർവം ചെയ്തു എന്ന കാരണത്താൽ അവർക്കുള്ള അവധി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു നൽകുകയാണ്. സൂറത്ത് ഹൂദിലെ 65-ാമത്തെ വചനത്തിൽ കാണാം, ഫഅഖറൂഹ, അങ്ങനെ അവർ അതിനെ വെട്ടിക്കൊല്ലുകയുണ്ടായി. ഫഖാല, അപ്പോൾ ആ പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോടായി കൊണ്ട് പറഞ്ഞു, തമത്തഉ ഫീ ദാരികും സലാസത അയ്യാം, 3 ദിവസം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സുഖമായി വസിച്ചുകൊള്ളുക, അതോടുകൂടി നിങ്ങൾക്കുള്ള ശിക്ഷ വന്നെത്തുന്നതായിരിക്കും. ദാലിക വഅദുൻ ഗൈറു മക്ദൂബ്, ഇതൊരിക്കലും തന്നെ തെറ്റാകാൻ ഇടയില്ലാത്ത ഒരു വാഗ്ദാനമാണ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. എന്തായാലും അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ആ ജനങ്ങളോടായിക്കൊണ്ട് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. താമസിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ ഒരു ഭൂകമ്പവും ഒരു ഉഗ്ര ശബ്ദവും നിയോഗിച്ചുകൊണ്ട് പരിപൂർണമായും ഒന്നടങ്കം അവരെ നശിപ്പിച്ചു കളയുകയും ചെയ്തു. സൂറത്തുൽ അറാഫിലെ 78-ാമത്തെ വചനത്തിൽ കാണാം, ഫഅഖദത്ഹുമുർ റജ്ഫതു ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, അപ്പോൾ ഭൂകമ്പം അവരെ പിടികൂടുകയുണ്ടായി. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവർ അവരുടെ ഭവനങ്ങളിൽ കമിഴ്ന്നു വീണ് കിടക്കുന്നവരായി മാറുകയാണ്. സൂറത്ത് ഹൂദിലെ 67-ാമത്തെ വചനത്തിലും കാണാം, വഅഖദല്ലദീന ളലമുസ്സൈഹതു, ക്രമം പ്രവർത്തിച്ചവരെ ഘോര ശബ്ദം പിടികൂടുകയുണ്ടായി. ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, അവർ അവരുടെ ഭവനങ്ങളിൽ പ്രഭാതമായപ്പോൾ കമിഴ്ന്നു വീണ് കിടക്കുന്ന അവസ്ഥയിലായി മാറുകയും ചെയ്തു എന്നാണ്. ഈ 2 വചനങ്ങളിൽ നിന്നായിക്കൊണ്ട് അവരിൽ വന്നു ഭവിച്ച ശിക്ഷയുടെ രീതി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അഥവാ അർ-റജ്ഫതു, ഭൂകമ്പമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അസ്സൈഹതു, അഥവാ ഘോരമായ ശബ്ദമാണ്. ഈ 2 ശിക്ഷാരീതികളാണ് സമൂദ് ഗോത്രത്തെ ബാധിച്ചത് എന്ന് ഈ വചനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്ത് ഹൂദിൽ 68-ാമത്തെ വചനത്തിൽ ശേഷം പറയുന്നു, കഅല്ലം യഗ്നൗ ഫീഹാ, അവർ അവിടെ താമസിച്ചിട്ടില്ലാത്ത പോലെ അവർ ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്നാണ്.
അലാ ശ്രദ്ധിക്കണേ, ഇന്ന സമൂദ കഫറു റബ്ബഹും, സമൂദ് ഗോത്രക്കാർ അവരുടെ റബ്ബിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. അലാ നിങ്ങൾ അറിയണം, ബുഅദൻ ലി സമൂദ്, സമൂദ് ഗോത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ നിന്നും എത്രയോ വിദൂരത്തേക്ക് പോയിരിക്കുന്നു എന്നാണ്. ഇത്തരത്തിൽ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുകയും പ്രവാചകന്മാരെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഏത് വിഭാഗം ആളുകളുടെയും അനന്തരഫലം ഇഹത്തിലും പരത്തിലും വളരെയേറെ ശോചനീയം തന്നെയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്തരം ചരിത്ര സംഭവങ്ങൾ പഠന വിധേയമാക്കുന്നതിലൂടെ ജീവിതത്തിൽ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തെ അലങ്കൃതമാം രൂപത്തിൽ ക്രമീകരിക്കുവാനും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റു സമൂഹങ്ങളിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരെ സത്യപ്പെടുത്തുകയും നമ്മുടെ സമൂഹത്തിലേക്ക് നിയോഗിതനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുകയും ആ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുകയും പ്രവാചകനെ പരിപൂർണമായും അനുധാവനം ചെയ്തുകൊണ്ട് നാം ജീവിക്കുകയുമാണ് ചെയ്യേണ്ടത്. പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാതെ ജീവിക്കുകയോ ചെയ്താൽ കഴിഞ്ഞ സമൂഹങ്ങളിൽ സംഭവിച്ചതുപോലെയുള്ള ഭീമാകാരമായ നാശനഷ്ടങ്ങളിലേക്ക് നാമും എത്തിപ്പെടും. അതിന് നാം വിധേയമാകേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ്. അതിനാൽ പ്രമാണബദ്ധമായി കൊണ്ട് ജീവിതം നയിക്കുവാൻ എപ്പോഴും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കെതിരെ കഴിയുന്ന രീതിയിൽ ഒരു ചലനമെങ്കിലും സൃഷ്ടിക്കുവാൻ നാം തയ്യാറാവുക. കൈകൊണ്ട് തടുക്കാൻ കഴിയുന്നത് കൈകൊണ്ട് തടുക്കുക, നാവ് കൊണ്ട് തടുക്കാൻ സാധിക്കുന്നത് നാവ് കൊണ്ട് തടുക്കുക. അതിനൊന്നും സാധിക്കാത്ത പക്ഷം ഏറ്റവും ചുരുങ്ങിയത് നാം അതിൽ നിന്ന് വിട്ടുനിന്ന് നമ്മുടെ ഹൃദയം കൊണ്ടെങ്കിലും അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുവാൻ വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ രീതിയിൽ കഴിവിന്റെ പരമാവധി ദീനിയായിക്കൊണ്ട് നാം ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമ്മിൽ ഉണ്ടാകുമാറാകട്ടെ. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും കഴിവതും ദീനിയായി ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.